everyone, welcome back to our channel A Pinch of Love by Lakshmi. നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ എങ്ങനെ നാച്ചുറൽ ആയിട്ട് കെരാറ്റിൻ ട്രീറ്റ്മെന്റ് മുടിക്ക് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. പക്ഷെ അതിനു മുമ്പ് നമുക്ക് ആദ്യം തന്നെ എന്താണ് കെരാറ്റിൻ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ എപ്പോഴാണ് കെരാറ്റിൻ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത് എന്നും കൂടി കാണാം. മുടിയിലുണ്ടാകുന്ന പ്രോട്ടീനെയാണ് നമ്മൾ കെരാറ്റിൻ എന്ന് പറയുന്നത്. കെരാറ്റിൻ നമ്മുടെ മുടിയിലെ ഫ്രിസിനെസ് മാറാനും നല്ല ഗ്ലോയി ആയിട്ടിരിക്കാനും വളരെയധികം സഹായിക്കും. പൊല്യൂഷൻ, ഏജ്, അതുപോലെ തുടർച്ചയായിട്ട് ചെയ്യുന്ന കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് നമ്മുടെ മുടിയിലുള്ള കെരാറ്റിനെ നഷ്ടമാക്കും. നമ്മൾ മുടിയുടെ സ്ട്രക്ചർ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ കാണുന്ന മുടി ആണ് ഹെയർ ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ഒരു മുടിയെ 3 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്: മെഡുല്ല, കോർട്ടെക്സ് ആൻഡ് ക്യൂട്ടിക്കിൾ. നമ്മുടെ മുടിക്ക് മോയ്സ്ചർ അബ്സോർബ് ചെയ്യാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനും ഉള്ള കഴിവിനെ ആണ് ഹെയർ പോറോസിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ ഹെയർ ക്യൂട്ടിക്കിൾസ് അടഞ്ഞിരിക്കുന്നതെങ്കിൽ ഹെയർ ലോ പോറോസിറ്റി ആയിരിക്കും. കുറച്ച് വൈഡ് ആയിട്ടുണ്ടെങ്കിൽ മീഡിയം പോറോസിറ്റി ആയിരിക്കും. അല്ല, ഒരുപാട് വൈഡ് ആയിട്ടുണ്ടെങ്കിൽ അത് ഹൈ പോറോസിറ്റി ആയിരിക്കും. ഹൈ പോറോസിറ്റി ആയിട്ടുള്ള മുടികൾക്ക് പെട്ടെന്ന് മോയ്സ്ചർ അബ്സോർബ് ചെയ്യാൻ പറ്റും, പക്ഷേ അത് നിലനിർത്താൻ പറ്റാതെ പെട്ടെന്ന് തന്നെ നഷ്ടമാവുകയും ചെയ്യും. അങ്ങനെയുള്ള മുടികൾ പെട്ടെന്ന് ഫ്രിസി ആവുകയും പെട്ടെന്ന് ഡാമേജായി പൊട്ടിപ്പോവുകയും ചെയ്യും. നമ്മുടെ മുടി എന്ത് പോറോസിറ്റി ആണ് എന്നറിയാൻ വേണ്ടി ഒരു ടെസ്റ്റ് ഉണ്ട്. ഒരു മുടി എടുത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് നോക്കുക. അത് ഫ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ലോ പോറോസിറ്റി ആയിരിക്കും, മിഡിൽ ഭാഗത്താണെങ്കിൽ നോർമൽ പോറോസിറ്റി ആയിരിക്കും. അല്ല, അത് താഴെ അടിത്തട്ടിൽ കിടക്കുകയാണെങ്കിൽ ഹൈ പോറോസിറ്റി ആയിരിക്കും. ഹൈ പോറോസിറ്റി ആയിട്ടുള്ള മുടികൾ പെട്ടെന്ന് ഡാമേജ് ആവാനും പൊട്ടിപ്പോവാനും ചാൻസസ് ഉണ്ട്. അങ്ങനെയുള്ള മുടിക്കാണ് നമ്മൾ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു എന്താണ് കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് എന്നുള്ളതിനെ കുറിച്ച്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നമ്മൾ പാർലറിൽ പോയി കെമിക്കൽസ് ഉപയോഗിച്ച് ചെയ്യുന്ന അത്രയും ഒരു നമ്മുടെ ഫിനിഷിങ് ആൻഡ് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കില്ല നമ്മൾ വീട്ടിൽ വെച്ച് നാച്ചുറലായിട്ട് കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ. കാരണം നമ്മൾ പാർലറിൽ പോയി ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു മിനിമം 4 to 6 months നമ്മുടെ മുടി നല്ല ഭംഗിയായിട്ട് സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടിരിക്കും. പക്ഷെ നമ്മൾ വീട്ടിലാണ് ചെയ്യുന്നതെങ്കിൽ അടുത്ത തവണ നമ്മളൊരു എണ്ണ തേച്ച് കുളിക്കുമ്പോഴേക്കും നമ്മുടെ ആ ഒരു ടെക്സ്ചറൊക്കെ മാറിയിട്ടുണ്ടാവും. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടിക്കോ നമ്മുടെ ബോഡിക്കോ യാതൊരു സൈഡ് എഫക്ട്സും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത് ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഫങ്ഷൻസ് ഒക്കെ പോകുന്നതിന് മുമ്പ് മുടി നന്നായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. നമ്മുടെ ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് വൈറ്റ് റൈസ് ആണ്. വൈറ്റ് റൈസ് നന്നായിട്ട് വെന്ത ശേഷം ഞാൻ അതിനെ മിക്സിയിലിട്ട് അരച്ച് നല്ല പേസ്റ്റ് രൂപത്തിൽ ആക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും എടുക്കുമ്പോഴും നമ്മുടെ മുടിക്ക് നീളത്തിനനുസരിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അടുത്തത് ഞാൻ ചേർക്കാൻ പോകുന്നത് 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ്. ഇതിലേക്ക് ഞാൻ ഒരു മുട്ടയുടെ വെള്ള മാത്രം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് കൂടി കാണിച്ചു തരാം. ആദ്യം തന്നെ നമ്മൾ മുടി 2ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത ശേഷം നന്നായിട്ട് വിടുത്തി കൊടുക്കുക. ഇത് യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ മുടിയിൽ ജടയോ കെട്ടുകളോ ഒന്നും പാടില്ല. അപ്പോൾ നന്നായിട്ട് വിടുത്തിയതിന് ശേഷം വേണം നമ്മുടെ ഈ ഒരു മിക്സ് തലയിൽ പുരട്ടാനായിട്ട്. കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് മുടിയിൽ അറ്റാച്ച് ചെയ്യുകയും മിസ്സിംഗ് ആയിട്ടുള്ള ക്യൂട്ടിക്കിൾ ഗ്യാപ്സ് ഫില്ല് ചെയ്യുകയും ചെയ്യും. ഇനി ഈ മിക്സ് നമ്മുടെ മുടിയിൽ പുരട്ടാനായിട്ട് ആദ്യം മുടീനെ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് വേർതിരിച്ചെടുക്കുക. എന്നിട്ട് തലയോട്ടി മുതൽ മുടിയുടെ ഒരു അറ്റം വരെ നന്നായിട്ട് ഈ ഒരു മിക്സ് പുരട്ടി കൊടുക്കുക. അങ്ങനെ മുടിയെല്ലാം ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് വേണം നമ്മൾ ഈ ഒരു മിക്സ് പുരട്ടി കൊടുക്കാൻ.
മുടിയിലെല്ലാം പുരട്ടിയ ശേഷം ഒരു 20 മിനിറ്റ് നമ്മുടെ മുടിയിൽ വച്ചിട്ട് വേണം നമ്മൾ ഹെയർ വാഷ് ചെയ്ത് കളയാനായിട്ട്. വാഷ് ചെയ്യുമ്പോൾ ഒരു മൈൽഡ് ഷാമ്പു ഉപയോഗിച്ച് നമുക്ക് വാഷ് ചെയ്യാം. ഇത് ഞാൻ പാക്ക് യൂസ് ചെയ്തതിന് മുമ്പുള്ള മുടിയാണ്. ഇത് ഞാൻ യൂസ് ചെയ്ത ശേഷമുള്ള മുടിയാണ്. സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് എല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ. കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. പക്ഷെ അതിനു മുമ്പ് നമുക്ക് എന്താണ് കെരാറ്റിൻ